നീ അവനെ കുറിച്ച് അന്വേഷിച്ചോ? അന്വേഷിച്ചപ്പോ അവൻ ഇവിടെ ഒരു ക്ലബ്ബ് തുടങ്ങിയിരിക്കുന്നാ കേട്ടത്. പേര് സൈലന്റ് ബോയ്സ്. അപ്പൊ അവനത് സാധിച്ചെടുത്തു അല്ലേ? എന്ത്? ഏതാണ്ട് ഒരു 7 വർഷം മുമ്പ് അവന്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഇതുപോലൊരു ക്ലബ്ബ് തുടങ്ങണം. പിന്നെ നീ എന്തിനാ സ്റ്റേറ്റ്സിലേക്ക് പോയത്? അവന്റെ കൂടെ കിടന്ന് ചീത്തയെന്ന് പറഞ്ഞ് അച്ഛനാണ് എന്നെ സ്റ്റേറ്റ്സിൽ കൊണ്ട് ചേർത്തത്. കഷ്ടകാലത്തിന് അച്ഛന് ജോലി കിട്ടിയത് അങ്ങോട്ടായിരുന്നു. ട്രാൻസ്ഫർ? അവിടെ കൂടുതൽ കോച്ചിങ് ഉണ്ടെന്ന് മറ്റും പറഞ്ഞ് ഒരു ഫോൺ കോൾ പോലും ചെയ്യാൻ സമ്മതിക്കാതെ. അവന്റെ നമ്പർ കണ്ട പപ്പ അപ്പ കട്ട് ചെയ്യും. ഇപ്പൊ എന്തൊക്കെ പറഞ്ഞിട്ടാണറിയോ എന്നെ ഇങ്ങോട്ട് വിട്ടത്? അതൊക്കെ പോട്ടെ, നീ വിട്ടോ. സാരമില്ലടാ, എന്റെ വീട് ഇവിടെ അടുത്തല്ലേ, ഞാൻ വരാം. വേണ്ട, എന്തായാലും നീ ഇത്രയൊക്കെ സഹായിച്ചതല്ലേ, അത് മതി. നീ പൊക്കോടാ. അപ്പൊ ഓക്കേടാ, ഞാനൊന്ന് പോയിട്ട് വാ, പിന്നെ കാണാം. വേണ്ട, ഇവന് ഞാൻ മതി.
കാരിച്ച്. ഇത് എവിടുത്തെ അഭിനയുടെ അഭിഷേക്? ഫൈറ്റ് സീൻ കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾ തല ആട്ടി ആട്ടി വരുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലേ? സാറേ, ഞാൻ പണ്ട് മുതലേ ഒരു സുരേഷ് ഗോപി ഫാനാ. അതിന്റെ കുഴപ്പാ, ശരിയായിക്കോളൂ. സൂപ്പർ സ്റ്റാറുകൾ ചെത്തി നടക്കാൻ ടൈമാ. ഇവിടെ ഒരു യുവതാരത്തിന്റെ ഒരു പടം വിജയിക്കണമെങ്കിൽ സ്റ്റണ്ടും ഗ്ലാമറും പോരാ, നല്ല കഥയും എക്സ്പ്രഷനും വേണം. ഇതൊക്കെ വല്ലതും നടക്കൂടോ? ആക്ഷൻ സിനിമയുടെ ഒക്കെ ട്രെൻഡ് പോയില്ലേ സാറേ? ഞാനൊരു കഥ പറയാം. നീ എന്നെ എന്ത് പണിയും പറഞ്ഞു, പക്ഷെ കഥയെ തൊട്ട് കളിക്കരുത്. എന്നാ അനുഭവിച്ചോ. ശരി, പറ. ഇതൊരു പ്രണയ കഥയാണ്. ഒരു കെട്ടിപ്പിടുത്തവും ഒരു കിസ്, അതല്ലേ? യെസ് യെസ്. നമ്മുടെ ക്ലബിന്റെ പേര് സയൻ ബോയ്സ് എന്നാ. നിനക്കെന്താ ഈ പേരിനോട് ഇത്രക്ക് ഇഷ്ടം? എനിക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല. പണ്ട് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാ നമ്മ ഒരു നാടകം ചെയ്ത്. അതൊരു നിശബ്ദ നാടകമായിരുന്നു. പിന്നെ പിന്നെ നല്ല ഓർമ്മയുണ്ട്. ചീഞ്ഞ മുട്ടയുടെ ഏറൊക്കെ കൊണ്ടതല്ലേ, മറക്കാൻ പറ്റുമോ? അന്ന് നമ്മളെ കളിയാക്കിയിട്ട പേരാ സൈലന്റ് ബോയ്സ്. ഈ നശിച്ച പേര് തലേ വീണ പിന്നെ നമ്മൾ ഉരുപ്പെട്ടിട്ടുണ്ടോ? ഇപ്പൊ അതെ ഒരു പടം എടുക്കാൻ പോണു, അതും പൊട്ടു. നീ ഒരുമാതിരി കോപ്പില് വർത്തമാനം പറയല്ലേ. പണ്ട് നമ്മൾ ചെയ്ത നാടകം ഹിറ്റായില്ല, പക്ഷെ നമ്മൾ പെർഫോമൻസിൽ പിടിച്ചു നിന്നില്ലേ. ആ പേര് നമ്മുടെ ക്ലബിനിട്ട ശേഷം നമുക്കൊരു ഊർജം കിട്ടുന്നില്ലേ. നമുക്കിനി വേണ്ടത് ഫ്രഷ് ഐഡിയാസ് ആണ്, എ ന്യൂ വേ ഓഫ് തിങ്കിങ്. വെറുതെ അല്ല ഈ കാലമടന് പടമൊന്നും കിട്ടാത്തത്. അവിടെ അത് ശരി. അയ്യോ, അവന്റെ പോക്ക് ഉണ്ടാ നന്നായിട്ടില്ലട്ടാ. പോടാ നിക്ക് നിക്ക്, അതിനൊക്കെ ഒരു നയമുണ്ട്. ആരാ? എന്ത് വേണം? നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു ചാൻസ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നതാ. ചാൻസോ? ഞങ്ങളുടെ ഗ്രൂപ്പിലോ? ചുമ്മാ ഒന്ന് കൊടുക്കഷ്ട. അതിപ്പോ എന്താ ഇവിടെ പ്രശ്നം? നമ്മുടെ ഗ്രൂപ്പിലൊരു ചാൻസ് വേണോ അത്ര? ഇവിടെ ആർക്കും ചാൻസ് ഒന്നുമില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ തരാനും പോകുന്നില്ല. അങ്ങനെ അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? ഒന്ന് വിളിക്കുന്നേ. ഞാൻ കഥ എഴുതും. ഞാൻ നാളെ തിരക്കഥ കൊണ്ടുവരാം. നീ ഇങ്ങോട്ട് വാടാ. നാളെ കൊണ്ടുവാ. മനുഷ്യന്റെ മാനം പോയല്ലോടാ തമ്പി. നിന്റെ ഡയറക്ടർ ഒരു വാക്കുപോലും പറഞ്ഞല്ലോടാ. അവന്റെ കൂടെ ഒരു സിംഗടി ഉണ്ടല്ലോ, 5 കൊല്ലം ഒരുമിച്ച് പഠിച്ചെന്റെ ഒരു ഭാഗവും കാണിച്ചില്ല, വൃത്തികെട്ടവൻ. അത് കുഴപ്പമില്ലടാ, നാളെ ഞാൻ തിരക്കഥ കൊടുക്കുമ്പോ ഒക്കെ ശരിയായിക്കോളും. തിരക്കഥ ഇത് സമ്മതിക്കുമെന്ന് അറിയില്ല, നോക്കട്ടെ. ഇത് വായിക്കുമ്പോ സാറ് സമ്മതിച്ചോളൂ. പോയിട്ട് നാളെ വാ. എന്താ തിരക്കഥ കൊടുത്തു, പക്ഷെ അവനെ കാണാൻ പറ്റിയില്ല. അത് സാരമില്ലടാ, നാളെയും കാണാലോ. എന്റെ തിരക്കഥ ഇഷ്ടായോ? ഏത് തിരക്കഥ? ഒന്ന് ഇറങ്ങി പോടാ.
അവനെ കണ്ടോ? അവനെ കണ്ടു. അവനെ കണ്ടപ്പോ സന്തോഷമായി. അവനെ ഒന്ന് കെട്ടിപ്പിടിച്ചു. പിന്നെ ഞങ്ങള് വർത്താനൊക്കെ നിർത്ത്. നീ എന്തിനാ എന്നോട് ഇങ്ങനെ നുണ പറയുന്നത്? നിന്നെ കണ്ടാലും എനിക്ക് അറിഞ്ഞൂടെ നീ പറയുന്നതൊക്കെ കള്ളമാണെന്ന്? എന്തായാലും നീ പോയി നിന്നെ തിരക്കഥ വാങ്ങിച്ചിട്ട് വാ. അതൊന്നും വേണ്ടടാ. മറ്റുള്ളവരെ സന്തോഷത്തിൽ നമ്മൾ സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. നീ ഉറക്കൊഴിച്ചിരുന്ന് എഴുതുകയല്ലേ അത്? അത് പോട്ടെടാ. അതുകൊണ്ട് അവനെങ്കിലും ഗുണമുണ്ടാവട്ടെ. നീ പോയി വാങ്ങണോ അതോ ഞാൻ? അത് പറയാൻ നീ ആരടാ? എന്റെ കഥയല്ലേ, നീ പോണ്ട. തന്നെ പോലെ തന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന ബൈബിൾ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഇപ്പൊ എനിക്ക് അയൽക്കാരനായിട്ട് നീ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിത് ചെയ്തില്ലെങ്കിൽ അത് ദൈവത്തിന് നിരക്കാത്തതായി പോകും. നടന്നോ? നീ നിക്കടാ, ഞാൻ തുറക്കാം. കഥ തുറക്കടാ. ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല, നീ മാറ. റെഡി, 1 2 3. നീ എന്താ ചവിട്ടാത്ത്? ഇതിപ്പോ തുറക്കൂടാ. സാധാരണ സിനിമയിലൊക്കെ അങ്ങനെയാണല്ലോ. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഞാൻ ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞതല്ലേ? നീ പോയി നിന്റെ ഡയറക്ടറെ പുറത്തേക്ക് വിടറാ. പറ്റില്ല. എന്ത് പറഞ്ഞാലും പറ്റില്ല പറയാം. നീ ആടാ തമിഴ്നാട് മുഖ്യമന്ത്രിയോ? മുല്ലപ്പെരിയാർ തുറന്നുവെന്ന കാര്യമൊന്നല്ല പറഞ്ഞു, നിന്റെ ഡയറക്ടറെ തുറന്നുകൊണ്ട കാര്യ. കാർത്തി ഇറങ്ങി വേടാ. അപ്പൊ നീ എന്റെ പേര് മറന്നിട്ടില്ല അല്ലേ? നിന്നോട് ഞാൻ ഇങ്ങോട്ട് വരണ്ട പറഞ്ഞതല്ലേ? എനിക്ക് നിന്നെ കാണണ്ട. എടാ കാർത്തി, നിക്കടാ അവിടെ. കാർത്തി 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 കാർത്തി, ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇത്ര കാലം നിന്നെ കാണാനായ ദേഷ്യം ഞാൻ എവിടെ കൊണ്ടു തീർക്കും? ഇതെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന് എന്താടാ സുഖം? അങ്ങനെ അവരെ ഒന്നായി. എന്താ ചേട്ടാ പേര്? എന്താ നീ പറയണ്? ഇതെല്ലാം ഞങ്ങൾ നടത്തിയൊരു കളിയായിരുന്നു. ആക്ച്വലി നിങ്ങൾ വന്ന ആ ദിവസം എന്റെ ഫ്രണ്ട് തമ്പി സ്റ്റേറ്റ്സിൽ നിന്ന് വന്നതായി ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. എന്നാ നമ്മൾക്കൊരു കളി കളിച്ചാലോ? ഒരു രസത്തിന്. അങ്ങനെ അവർ നമ്മളെ അത്ര പെട്ടെന്നൊന്നും മനസ്സിലാക്കണ്ട. ഒന്നാമതേ നമ്മൾ അത്ര വലിയ സ്ഥിതിയിലൊന്നും അല്ലല്ലോ. എന്താ അവര് വന്നു, വേഗം വാ 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 വാ. ആരാ? എന്ത് വേണം? നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു ചാൻസ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നതാ. ചാൻസോ? ഇതാണ് സംഭവിച്ചത്. കാർത്തി, ടോമിച്ചൻ എന്നോട് എല്ലാം പറഞ്ഞു. നിങ്ങൾ സിനിമാക്കാരല്ല, ഫ്ലാഷ് ബാക്കിലൂടെയല്ലേ പറയുള്ളൂ അല്ലേ? അല്ല, എല്ലാം വളച്ചു കെട്ടിയാ പറയൂ. ഞാനിന്ന് വൈകുന്നേരത്തെ വണ്ടിക്ക് പോകും. എനിക്ക് നിന്നോട് ചിലതൊക്കെ സീരിയസ് ആയി സംസാരിക്കാനുണ്ട്. ഇനി എന്നാ? അതൊക്കെ ഈ കാലഘട്ടത്തിൽ അച്ഛനമ്മമാരെല്ലാം തീരുമാനിക്കുന്നത്. എന്റെ ഈ വിഷമം കാണാൻ പറ്റാത്തോണ്ടാ അത് ഞാൻ ഒന്നും പറയാതെ പോയത്. അയ്യേ, എന്താടാ അത്? നല്ലൊരു ദിവസമായിട്ട് സങ്കടപ്പെടുക, സന്തോഷിക്കല്ലേ വേണ്ടത്? ഈ പോണ പോക്കിൽ ഞാൻ അങ്ങ് ചത്തുപോയാലും എനിക്കൊരു സങ്കടമില്ല. പക്ഷെ നീ കരഞ്ഞ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്റെ വീട്ടിൽ ഞാനൊരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ട്, പോയി നോക്ക്.
വസന്തമായി അരികിൽ വന്നണയുമീ എന്നിൽ പിരിയില്ല നാം ഈ യാത്രയിൽ. പുതുപൂവിലെ ഇളം തേനുമായി നീ എന്നുമെൻ ആത്മാവിലായി ഇതളണിയുന്ന ഈ ഓർമ്മകൾ പുൽമേട്ടിലെ നറുതുള്ളിയായി. ഹലോ. നല്ല ആളാ. ഇതെന്റെ ജീവിതമാണ്, സിനിമയാണ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ വീട്ടിൽ പോയി കടന്നുറങ്ങുക. നേരെ എത്രയെന്ന് അറിയോ? ഒന്ന് വേഗം വാ. ഞാനിങ്ങനെ പഴയതൊക്കെ ആലോചിച്ചോണ്ടിരിക്കുന്നടാ. എത്ര പെട്ടെന്നാ 1 വർഷം കടന്നുപോയത്. ഇവിടെ സെറ്റിലെല്ലാരും വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക. ഒന്ന് വേഗം വാ. ഞാൻ എന്താ പോരാ. കാർത്തി, ഇത് എടുക്കാനാണോ പോണേ? വിളിക്കണ്ട വൃത്തിയിട്ടവനെ ഇവന്റെ ചത്ത കിടക്കില്ല. ഈ പോണ മക്കൾ ഞാനെങ്കിൽ ചത്തുപോയത് സന്തോഷം. ഞാനും ഉണ്ട്. പുതുപൂവി
ഇളം തേനുമായി നീ എന്നുമേ Camera action. ഞാൻ